Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലത്തെ റെസിപ്പീസ് ഒന്നുമല്ല. പക്ഷേ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചാൽ നോൺ വെജിറ്റേറിയൻ ആണ്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്നെ എപ്പോഴും വഴക്ക് പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, എപ്പോഴും അങ്ങ് നോൺ വെജിറ്റേറിയൻ ആണ്. പക്ഷേ ഇന്ന് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വെക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ നാടൻ ചിക്കൻ, നമ്മുടെ നാടൻ കോഴിയില്ലേ, ആ കോഴി വെച്ചിട്ടുള്ള ഒരു കറിയാണ് ചെയ്യാൻ പോകുന്നത്. നാടൻ എന്താ പറയുക, ഒരു ചിക്കൻ പെരളൻ എന്നൊക്കെ പറയാം. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ നാടൻ കോഴി കിട്ടുമ്പം എപ്പോഴും നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന കൂട്ട് തന്നെ ഈ ചട്ടിയിലൊക്കെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനാണ് സ്വാദും കൂടുതൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചട്ടിയിൽ നല്ല അരപ്പൊക്കെ നല്ലോണം ഒന്ന് തിളച്ചേച്ച് അടച്ചിട്ടിട്ട് ആ ചട്ടിയുടെ അടിയിലൊക്കെ ഇച്ചിരി ഒന്ന് പിടിക്കും. ആ സമയത്ത് തന്നെ പറയുന്നത് അടിക്ക് പിടിക്കുക എന്നൊക്കെ പറയുന്ന നല്ലതായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയും. അതല്ല, പക്ഷെ അത് നല്ല മുരിഞ്ഞൊക്കെ വന്നിട്ട് ആ ഗ്രേവി കൂടെ തന്നെ ചേരുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ ചട്ടിയിൽ വെക്കുന്ന ഒരു പ്രത്യേക ഫ്ലേവർ. അത് നമ്മുടെ ഈ മറ്റേ പാനയിലൊന്നും വെച്ചാൽ നോക്കിയേല, ചട്ടിയിൽ തന്നെ വെച്ചാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ അതുപോലെ തന്നെയാണ് വെക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ അത് നമ്മൾ ആ റെസിപ്പി ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ഡ്രൈ ആന്നു, പക്ഷെ എന്നാൽ കുറച്ച് ഗ്രേവി കോട്ടിടാം. അപ്പോൾ ഒരു പെരണ്ടൊക്കെ ഇരിക്കുവല്ലേ, അതുകൊണ്ട് നമുക്ക് അതിന് കുറച്ച് ചെറിയ ഉള്ളി, അത് ഈ പറഞ്ഞ കൂട്ട് ഇതിപ്പോൾ ഞാൻ അരിഞ്ഞേക്കുക. ഇതിപ്പോൾ ഞാൻ 2-2.5 കിലോ ചിക്കൻ എൻ്റെ കയ്യിലുള്ള, അതിന് 1 കപ്പ് നിറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇടാൻ പോകുന്നേ. പിന്നെ വേണ്ടിയത് ഒരു സവാള, ഒരു മുഴുത്ത സവാള നീളത്തിൽ അരിഞ്ഞേക്കുക. പിന്നെ ഒരു 3 ടൊമാറ്റോ, അതും നീളത്തിൽ അരിഞ്ഞേക്കുക. ഇത് പിന്നെ വേണ്ടിയത് നമ്മുടെ നാടൻ ചിക്കൻ. ഈ കോഴി ഒരു എന്നാ പറയുന്ന മറ്റേ കോഴി പോലെ ഒത്തിരി മുഴുത്ത കഷ്ണമായിട്ട് മുറിച്ചേക്കുമല്ല, ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചേക്കുന്നത്. പിന്നെ വേണ്ടിയതാന്നു കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അതല്ല നീളത്തിൽ അരിയാമെങ്കിൽ അങ്ങനെ. പിന്നെ കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ്. ഇതിനകത്തൊരു കുറച്ച് വ്യത്യാസം വരുന്നത് എന്നാണെന്നറിയോ, നമ്മൾ ഈ പ്രാവശ്യം ഇടാൻ പോകുന്നത് ഉലുവായ. കുറച്ച് ഉലുവ വേണം. അത് മീനിനല്ല ഇടുന്നേ, പക്ഷെ എന്നാലും ഇച്ചിരി ഇതിനും കൂടെ നമ്മൾ ഇച്ചിരി ഉലുവ ഇടാൻ പോവുക. പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകം, പിന്നെ അന്നേൽ കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് പട്ട ഒത്തിരിയല്ല, ഒരു കുറച്ച്. ഇത് എന്താന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാരയാണ്. നമ്മൾ ചായ ഇടാൻ പോവല്ല, ചിക്കൻ കറി തന്നെ വെക്കുന്നത്. എന്നാലും ഒരു നുള്ള്, ഒരു എന്നാ പറയുന്നത്, നമ്മുടെ എരിവോ ഉപ്പോ പുളിയോ എന്നതേലും ഒക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് വരാനായിട്ട് ഒരു നല്ല ടിപ്പാണ് ഒരു ഇച്ചിരി പഞ്ചസാര ഇടുന്നത്. എന്നും പറഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്ന കറി ഇതെല്ലാം കൂടി പോകുമെന്ന് വിചാരിച്ചിട്ട് ആ സൈഡിൽ വെച്ചേക്കുന്നതെന്ന് വിചാരിച്ചിട്ട് വിചാരിക്കരുത്. ഇതിന് കൂടെ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ വേണം. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടിയത് കാശ്മീരി മുളക് പൊടിയാണ്. എരിവ് അനുസരിച്ച് ഏത് വേണേലും എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി. പിന്നെ എരിവ് എന്തായാലും നമുക്ക് കുരുമുളക് പൊടി ഇട്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മുളക് പൊടിയുടെ എരിവ് അല്ല വേണ്ടതെന്ന് വെച്ചാൽ കുരുമുളക് കൂട്ടാം. അത് ചതച്ച കുരുമുളകാണ്, അത് മറ്റേ പൊടി എടുക്കല്ല. എന്നാലേ നമ്മൾ ഇറച്ചി കഴിക്കുമ്പോഴത്തേന് ആ കുരുമുളക് ഒന്ന് കടിക്കുമ്പോഴത്തേനും ഒരു ഇച്ചിരി ടേസ്റ്റ് കൂടുവേ. അന്നേരം പിന്നെ അത് മതി. പിന്നെ വേണ്ടിയ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ കുറച്ച് കടുക്, പിന്നെ വേണ്ടിയത് കുറച്ച് വറ്റൽ മുളക്, കുറച്ച് വിനീഗർ, പിന്നെ ഇതെന്നാ നമുക്കറിയാലോ അല്ലേ, കുറച്ച് ഉപ്പ്. അതേപോലെ നാടൻ കോഴിക്കറി ആയതുകൊണ്ട്, കോഴിക്കറിയല്ല ചിക്കൻ പെരളനാ, അന്നേരം പിന്നെ ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, അതാ നല്ല. പിന്നെ ഇത് അറിയാലോ, കറിവേപ്പില, അത് കപ്പിലോ കുപ്പിയിലോ മുറത്തിലോ എന്നാത്തിൽ വേണേലും വെക്കാം. അത് നമ്മുടെ കൈവാക്ക് പോലെ അങ്ങ് ഇട്ടുകൊണ്ടിരുന്നു. ഇനി നമുക്ക് ചട്ടി ചൂടാവാൻ കുറച്ച് നേരം ഒന്നും എടുക്കുകയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വലിയ വെള്ളമൊന്നുമില്ല. പക്ഷേ എന്നാൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാവാതെ കടുകിടാൻ ഒക്കിയേല. ആദ്യം ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കാം. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കറി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, സാധാ ഒരു കറി വെച്ചേച്ച് നമ്മൾ അതിനെ പുരട്ടിയെടുക്കുക. അതൊരു സെറ്റാ. അതല്ല, നമുക്ക് കുറച്ചുകൂടെ ഒരു രുചി വേണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു അരപ്പ് അരയ്ക്കും. ആ അരപ്പ് നമ്മുടെ ഇറച്ചിയെ പുരട്ടി വെച്ചേച്ച്
ഇറച്ചി ഒന്ന് വേവിച്ച് അതിനെ ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഗ്രേവി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു രുചി കിട്ടും. 2 ഓപ്ഷൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏതാ നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. മറ്റാന്നിൽ കുറച്ചുകൂടെ രുചി കൂടും എന്നും പറഞ്ഞ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതിന് രുചിക്കുറവൊന്നുമില്ല, നല്ല രുചി തന്നെയാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്നാണെന്നറിയോ? നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരട്ടി ആണ്, ഒലട്ടിയല്ല. അതെന്നാന്ന് വെച്ചാൽ നമുക്ക് മിക്ക അമ്മമാർക്കും അറിയാം അതെന്നാന്ന്. പക്ഷേ ഈ 2 കറി ഉണ്ടല്ലോ, ഒരട്ടിയാണേലും ചിക്കൻ കറി ആണെങ്കിലും ശരിക്കും നല്ല ചൂടോടുകൂടി വേണം അത് കഴിക്കാൻ. അപ്പം എന്തായാലും എൻ്റെ എണ്ണ ചൂടായി, അതുകൊണ്ട് ഞാൻ കടുകിടാൻ പോവാം. കടുക് ഇട്ടേച്ച് 2-3 എത്ര വറ്റൽമുളകാണ് നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ, അതായത് എന്നാന്നോ നമ്മളിപ്പം ഇറച്ചി വിളമ്പുമ്പത്തേന് അതിനകത്തോട്ട് ഇച്ചിരി വറ്റൽമുളകൊക്കെ കാണാനൊക്കെ ഇഷ്ടമാകുന്നതിൽ ഇപ്പം ഞാനൊരു കുറച്ചേ ഇട്ടിട്ടുള്ളൂ. കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. കാര്യം എന്നാൽ നമ്മൾ പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, അന്നേരം ആ പാത്രത്തിൽ വെക്കുമ്പോൾ ഈ വറ്റൽമുളകൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് കറിവേപ്പിലയ്ക്ക് കുറവില്ല, നമ്മൾ ഇടാറുണ്ട്. അതൊക്കെ ആ ഒരു എന്നാ പറയുന്ന ആ ഇറച്ചിക്കറിക്കൊരു പൊലിപ്പം ഉണ്ടാവുമേ. അതുകൊണ്ട് ഇട്ടോളൂ. ഈ വറ്റൽമുളകൊക്കെ ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടോളൂ. ഇനി ഇതിനകത്തോട്ടാന്നു ഞാൻ പറഞ്ഞ ചെറിയ ഉള്ളി. ഈ ചെറിയ ഉള്ളി ഇട്ടേ ഒക്കത്തുള്ളൂ, ഇതാണ് രുചി. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ സവാളയും ഇടാം. ഉള്ളി, കടുക്, വറ്റൽമുളക് ഒക്കെ ഇട്ടു. ഇനി ഇതെൻ്റെ അടുത്തിരുന്നാലേ പറ്റത്തുള്ളൂ. ഇല്ലേലുണ്ടല്ലോ പാവല്ലേ. ആ ഒരു ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെ ഒക്കെ ഒരു മണം വരുമ്പോൾ ഉണ്ടല്ലോ, കറിവേപ്പിലയും കൂടി ഇട്ടാൽ, അതും ചട്ടിയിൽ വെക്കുന്ന ഒരു ഇറച്ചിക്കറിയാ. എൻ്റെ അമ്മേ എന്തൊരു സ്വാദാന്നറിയോ. ഈ ഉള്ളി ആന്നേലും നമ്മൾ ഈ പറഞ്ഞ കൂട്ടെ ഉഴപ്പാൻ ഒക്കെയല്ല, അതൊരു ഇച്ചിരി ബ്രൗൺ ആവണം. ആ ബ്രൗൺ ആവുന്നതിന് മുമ്പ്, അതായത് നമ്മൾ വഴറ്റാൻ ഇട്ടല്ലോ ഇപ്പം ഓൾറെഡി, ഇനി പെട്ടെന്ന് വഴലാനാന്നേൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലെ വെള്ളവും ഇറങ്ങി പെട്ടെന്ന് ഡ്രൈ ആയി നല്ലതായിട്ട് വഴന്ന് കിട്ടും. ഇപ്പം ഞാൻ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ഇച്ചിരി ഉപ്പിടാൻ പോവാ. ഇതിനകത്തോട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് നമ്മുടെ കറിക്ക് വേണ്ടിയ എത്ര മഞ്ഞൾപ്പൊടിയാന്ന് വെച്ചാൽ അത്രയും. മഞ്ഞൾപ്പൊടിക്കൊന്നും നമുക്ക് അളവ് പറയാനൊക്കെയല്ല. ഞാനിപ്പോൾ എന്തായാലും ഒരു 1/2 ടീസ്പൂൺ ഇടാൻ പോകുന്നത്. അപ്പം നേരത്തെ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇടുവാന്നേലുള്ള ഒരു ഗുണം എന്നാണെന്നറിയാവോ? ഈ പറഞ്ഞ കൂട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചച്ചൊവയുണ്ടല്ലോ, ഒരു റോ ടേസ്റ്റ്, അതും അങ്ങ് മാറിക്കിട്ടും. ഇതിൻ്റെ ഉള്ളി നോക്കിയാൽ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. മുരിഞ്ഞിട്ടില്ല, ഇച്ചിരി വാടിയിട്ടുണ്ട്. പക്ഷേ ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ? ഈ ഉള്ളി ഇച്ചിരി അങ്ങോട്ട് എന്നാ പറയുക അറ്റത്തോട്ട് ഇച്ചിരി മാറ്റി വെക്കുമ്പോഴത്തേന് നമുക്ക് ആ നടുക്കോട്ട് ഇച്ചിരി എണ്ണ വരുവേ. അതിനകത്തോട്ട് ഒരു 2-3 ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും കൂടെ ഇടുക. ഒരു കഷ്ണം പട്ടയും ഒരു 2-3 ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടുവേല, അതിൻ്റെ ഒരു മണം വരും. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഉള്ളി അതിനകത്തോട്ട് മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ടൊമാറ്റോയും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ഇടണം. നേരത്തെ കറിവേപ്പില ഇട്ടായിരുന്നു, പക്ഷെ ടൊമാറ്റോ ഇടുമ്പോഴും ഇടണം. ഇനിയാണോ ഒരു ഇച്ചിരി പണി എന്നാന്നോ, നമ്മൾ അതിന് വേണ്ടിയ ഒരു ഗ്രേവിയാ നമ്മളിപ്പം അരയ്ക്കാൻ പോകുന്നത്. അതിന് എന്നാക്കിയാന്ന് വെച്ചാൽ ഞാൻ ആദ്യം മിക്സി എടുക്കട്ടെ. ആദ്യം ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇടണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടേക്കുമല്ലേ. പക്ഷെ എന്നാലും മഞ്ഞപ്പൊടി ഇടാതെ ഒരു അരപ്പരയ്ക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ഏനക്കേടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഒത്തിരി അല്ല, നമ്മൾ ഒത്തിരി ഇട്ടിട്ടില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടിയാണ്. കുറച്ചല്ല, എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു 2.5 കിലോ ഇറച്ചിയില്ലേ, അന്നേരം പിന്നെ ഒരു ടേബിൾ സ്പൂണ് എന്നാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ, അതായത് നിറച്ച് വേണം. ഒരു ഗ്രേവി വേണം, അതുകൊണ്ട് ഇച്ചിരി ഒരു കൊഴുത്ത ഒരു കറിയാണ്, അന്നേരം ഇച്ചിരി കൂടുതൽ വേണം. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ്. മറ്റതാണെന്നുണ്ടെങ്കിൽ എരിവ് കൂടും. അപ്പോൾ സ്പൂൺ കണക്കൊക്കെ നോക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എരിവ് അനുസരിച്ച് മാറ്റിക്കോണം.
പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി. അതൊരു ഇതിപ്പോൾ 4 ടീസ്പൂൺ നമ്മൾ ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ സ്ട്രെയിറ്റ് ഹാഫ് 2. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു കുറച്ച് കുരുമുളക് ഇതിനകത്ത് ഇടുക. ഒത്തിരി ഇടണ്ട, കുറച്ച് കുരുമുളക് പൊടി, അതായത് ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ടീസ്പൂൺ എടുത്തു. പിന്നെ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂണോളം കടുക്, 1 ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂൺ ഇട്ടോ, 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ടു. പിന്നെ വേണ്ടിയത് ഒരു 2 അല്ലെങ്കിൽ ഒരു 3 പിഞ്ച് ജീരകം. പിന്നെ ഉലുവ ആണെങ്കിൽ ഒത്തിരി ഇട്ടാൽ കഴിക്കുവേ, അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, അതുകൊണ്ട് പിന്നെ ഒത്തിരി അല്ല, ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി. ഇത് ഹാഫ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ഇത്രയും 2.5 കിലോയ്ക്ക് എത്രയാണ് വേണ്ടിയെന്ന് ചോദിച്ചാൽ ഒരു എന്നാ പറയുന്നത് 1 കിലോയൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് 2 ടീസ്പൂൺ നിറച്ച, പകുതി അതിനകത്തും ഇടണം, പകുതി നമ്മുടെ അരപ്പിനകത്തും കൂടെ. നമ്മുടെ ചട്ടിയിലിരിക്കുന്ന ഉള്ളിയൊക്കെ ഇച്ചിരി ഇടയ്ക്കൊന്ന് വഴറ്റി ഇളക്കി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടേക്കുമല്ലേ, അന്നേരം ഒന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടി പിടിക്കുകയല്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും ചട്ടിയിൽ ഇടുമ്പോഴത്തേന് ഒന്നിങ്ങനെ പറ്റിപ്പിടിക്കും, അതൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ പേസ്റ്റാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ അതിന് ബേസിക്കലി ഇച്ചിരി ഉപ്പുണ്ട്, അന്നേരം അത് നോക്കി വെച്ച് വേണം പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കാൻ. ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കാം. ഓക്കെ, ഇത് നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്. പിന്നെ അന്നേരം നമ്മുടെ ഇതിനകത്തുള്ള അരപ്പും നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞു. അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ അരപ്പ് ഇതിനകത്തോട്ട് ഇടണം. ഈ അരപ്പാന്നു ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ആ ഇറച്ചിയിൽ പുരട്ടി വെച്ചേച്ച് ഒരു വേവിച്ച് ഒന്ന് വറുത്തെടുക്കുവാന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇനിയുള്ള ജോലി എന്നാന്നറിയാവോ, ഇതിനകത്താണ് ഒരു കുറച്ച് ജോലിയുള്ള നമ്മൾ ഒഴിച്ച എണ്ണ മുഴുവനും ഇനി തെളിയണം. അതെന്താണെന്ന് വെച്ചാൽ തെളിയിക്കാൻ നമുക്ക് എളുപ്പ വഴി അറിയാമല്ലോ അല്ലേ, ആ മിക്സിയിൽ നമ്മൾ അരച്ചേക്കുന്ന ആ അരപ്പും അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചേച്ച് ഈ അരപ്പിലോട്ട് ഒഴിക്കുക. അന്നേരം ആ വെള്ളം വറ്റി കഴിയുമ്പോൾ അരപ്പും വേവും, നമുക്ക് എണ്ണയും തെളിയും. ആദ്യം ഉള്ളി വഴറ്റിയപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി ഉപ്പിട്ടായിരുന്നു. പിന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആവുന്നതുകൊണ്ട് അതിനകത്തും കുറച്ച് ഉപ്പുണ്ട്. അന്നേരം എല്ലാം പിന്നെ ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിച്ചോണം. ഇനി ഒരു കുറച്ച് നേരം മതിയാവും നമുക്ക് ഈ എണ്ണ ഒന്ന് തെളിഞ്ഞ് കിട്ടാൻ. എണ്ണ തെളിയണമെന്നുണ്ടെങ്കിൽ വളരെ അത്യാവശ്യമാണ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കുറച്ച് സമയം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തേ, അന്നേരം ഞാൻ കണ്ടല്ലോ. അന്നേരം അത് കുറച്ച് നേരം അതിനകത്ത് ഇരിക്കുമ്പോഴത്തേനുണ്ടല്ലോ ആ എണ്ണയൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും. ഈ സമയത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കോഴി ഇതിനകത്തോട്ട് ഇടണം. ഫുള്ളും ഇട്ടേ. പക്ഷേ നമ്മളെ ഈ നാടൻ കോഴിക്ക് എന്നാന്നറിയാം, നമ്മളെ ബ്രോയിലർ കോഴി ഇടുന്ന കൂട്ടോ ഒത്തിരി ഒന്നും വെള്ളം വരികയില്ല, ഊറി വരികയില്ല, കുറച്ച് വെള്ളമൊക്കെ ഊറി വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനെന്നാന്ന് വെച്ചാൽ കുറച്ച് സ്ഥിരം നമ്മൾ ഒഴിക്കുന്ന കൂട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാലൊന്നും ഒക്കിയല്ല, നിറച്ച് വെള്ളം ഒഴിക്കണം. നിറച്ച് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്നാന്ന് വെച്ചാൽ പഞ്ചസാര എടുത്ത് വെച്ചില്ലേ, അതൊരു 1/4 ടീസ്പൂൺ. പിന്നെ ആന്നേൽ
കുറച്ച് ഒരു 2 ടീസ്പൂൺ വിനീഗറും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുക. നല്ല മണം നോക്കിയേ, ആ കറിവേപ്പില അങ്ങോട്ട് ആ മുരിഞ്ഞു വരുന്ന ഒരു മണമുണ്ട്. പക്ഷെ ഇപ്പം ഇറച്ചി വെന്തിട്ടില്ല, പക്ഷെ ആ വെന്ത് വരുമ്പോൾ ആ കറിവേപ്പില ഒന്ന് മുരിയും. പിന്നെ ആ ഇറച്ചി ഇങ്ങനെ ഈ അരപ്പും എല്ലാം കൂടി ചട്ടിയിലൊന്ന് പിടിച്ചിങ്ങനെ, എനിക്ക് പറയാൻ വയ്യ കേട്ടോ. ഈ സമയത്ത് ഒരു കാര്യം കൂടി ഇട്ടേച്ച് നമുക്ക് ഇറച്ചിയെ വേവിക്കാം. അതെന്നാന്നോ, കുറച്ച് കുരുമുളക്. ഇതാന്നു ഞാൻ പറഞ്ഞേ, കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് കൂടുതലിടാം, അതല്ലാന്നുണ്ടെങ്കിൽ കണക്കിനിട്ടേച്ചാൽ മതി. ഇപ്പം ഞാനിവിടെ ഇടാൻ പോകുന്നത് ഒരു ഫുൾ ടീസ്പൂണാണ് ഇടാൻ പോകുന്നത്. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത് എപ്പോഴാണ് ഇടേണ്ടതെന്ന് അറിയാമോ? നമ്മൾ ഈ ഇറച്ചി ഒന്ന് വെന്ത് കഴിയുമ്പോൾ. ഇപ്പം ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഇനി വെന്ത് നല്ല ആ എന്നാ പറയുക അരപ്പൊക്കെ ഒന്ന് പിടിച്ചു വന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ ആ ഇറച്ചി ഒന്ന് നല്ല മുരിച്ചെടുക്കുകയല്ലേ, ആ സമയത്ത് എരിവ് നോക്കിയേച്ച് നമ്മുടെ ആ കുരുമുളക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഫ്രൈ ആവും തോറും ആ കുരുമുളക് നല്ലതായിട്ട് ഫ്രൈ ആവും. ഇപ്പം ഞാൻ ഇട്ട ആ കുരുമുളക് നല്ലതായിട്ടൊന്ന് നമ്മുടെ ഇറച്ചിയിലൊന്ന് ഇളക്കിയേച്ച്, ഒരു നല്ല മണം തന്നെയാട്ടോ ഇത്, പറയാതിരിക്കാൻ പറ്റിയല്ല. ഇതിനൂടെ ഒരട്ടിയെക്കാട്ടിലും നല്ലത് ചോറ് തന്നെയാണ്. ഇനി നമുക്ക് തീ അങ്ങോട്ട് ഇച്ചിരി കൂട്ടി വെക്കുക. നാടൻ കോഴി ആയതുകൊണ്ട് ഈ പറഞ്ഞ കൂട്ടനാന്ന് വെച്ചാൽ നിറച്ച് വെള്ളം വേണം, എന്നാലേ അത് വേവത്തുള്ളേ. ഇത്രയും നേരം നമ്മുടെ ഈ കറിയുടെ ആ ഗുണവും അതിൻ്റെ ഒരു മണവും ഒക്കെ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞില്ലേ. പക്ഷേ ഉള്ള കാര്യം പറയുക കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പൊങ്ങച്ചൊന്നും പറയുന്നതല്ല, ഇതിന് ശരിക്കും നല്ല രുചിയാണ്. ഇത് വീട്ടിലുണ്ടാക്കണം കേട്ടോ. പക്ഷേ ഇന്ന് ഈ നമ്മുടെ ഈ ചിക്കൻ പെരളൻ കഴിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയ ഗസ്റ്റ് ആരാന്നറിയോ? നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു എന്നാ പറയുന്ന ഒരു പെൺകുട്ടി തന്നെയാണ്, വേറെ ആരുമല്ല കേട്ടോ, പ്രശസ്ത സിനിമാ താരം അനന്യ തന്നെയാണ് നമ്മുടെ ഗസ്റ്റായിട്ട് ഇന്ന് ഇവിടെ വരുന്നത്. അനന്യയെ പറ്റി പറയുമ്പോഴത്തേക്ക് ആസ് ആൻ ആർട്ടിസ്റ്റ് മാത്രം പറഞ്ഞാൽ പോരാ, ആർച്ചറിയിൽ ഒത്തിരി ഇൻ്റർനാഷണൽ ലെവലിൽ വരെ പോയിട്ടുണ്ട്, ഗോൾഡ് മെഡലൊക്കെ നേടിയിട്ടുണ്ട്. ചില്ലറക്കാരിയൊന്നുമല്ല, കുറച്ച് മിടുക്കി തന്നെയാണ്. പക്ഷെ അതിൻ്റെ വിശേഷമൊക്കെ നമുക്ക് അതിനോട് ചോദിക്കാം ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ നമ്മുടെ ഇറച്ചിക്ക് ഇച്ചിരി വേവ് കൊടുത്താലേ രുചിയായിട്ടുള്ള ഒരു ഇറച്ചിക്കറി നമുക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ. ഈ നാടൻ കോഴി വേവാനേ കുറേ സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരട്ടി. പക്ഷെ അതിനോട് ഇൻഗ്രീഡിയൻസ് പറയുന്നതിന് മുമ്പ് അതിനൊരു പ്രത്യേക കാര്യം ചെയ്യാനുണ്ട്. എന്നാണെന്നറിയോ? കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞേച്ച് പിന്നെ വെള്ളം തിളപ്പിക്കാൻ പ്രത്യേക സമയം കളയേണ്ടി വരും. അത് വേണ്ട, നമുക്ക് വെള്ളം വെച്ചേച്ച് വർത്താനം പറഞ്ഞാൽ പോരെ. ഇനിയിപ്പം ഇത് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ. തിളയ്ക്കാൻ സമയം വേണമെന്നുള്ളത് നമുക്കറിയാം. ഇടയ്ക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്തോണം. ചട്ടിയിലായതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അന്നേരം കുറച്ച് ഇത് വറ്റി 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 വരുമ്പോഴത്തേക്ക് ആ ചട്ടിയെ പിടിച്ചു വരും. അതിനിങ്ങനെ എന്നാ പറയുന്നത് ഇളക്കി എടുത്തേച്ച് നമ്മുടെ മറ്റേ ഗ്രേവി ആയിട്ട് ചേർത്ത് പിന്നെ അതിനെ കരിച്ചെടുക്കണം. കരിച്ചെടുക്കല്ല കേട്ടോ, മുരിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്കിനി ഒരട്ടി ഉണ്ടാക്കണ്ടേ? വെള്ളം തിളയ്ക്കാൻ വെച്ചു. ഒരട്ടിക്ക് വേണ്ട സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ, അപ്പത്തിന് വറുത്തെടുക്കുന്ന പോലെ അരിപ്പൊടി വേണം. അരിപ്പൊടി എത്രയാ കണക്കെന്ന് വെച്ചാൽ, ഒരു ചെറിയ സ്പൂണിനാന്നേൽ നമുക്ക് 2 ഒരട്ടി കിട്ടും. അത് കണക്കിനനുസരിച്ച് നമുക്ക് അരിപ്പൊടി എടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങായ, പിന്നെ കുറച്ച് നെയ്യ്, ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. പിന്നെ വേണ്ടത് നമ്മുടെ ഉപ്പ്. ഇനി അതിന് ഉണ്ടാക്കുന്ന രീതിയാന്നു അതിന് ഒരു ചെറിയ പ്രൊസീജിയർ, അത്രേ ഉള്ളൂ. കുറച്ച് അരിപ്പൊടി, ഞാൻ പറഞ്ഞില്ല 1 സ്പൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ച് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് വലുതാവും. അപ്പോൾ അത് വലിപ്പം അനുസരിച്ചും ഒക്കെ നോക്കിയിട്ട് മാവ് എടുത്താൽ മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, പിന്നെ ആണെങ്കിൽ
തേങ്ങയുടെ അളവ് പറയുവാണെങ്കിൽ ഞാനിപ്പം എൻ്റെ കണക്കിനിടുക. നമുക്ക് എത്ര തേങ്ങ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇട്ടു. തേങ്ങ തിന്നാൻ ഇഷ്ടമാകുന്നതിൽ കൂടുതലിടാം. പിന്നെയാന്നു നമുക്കൊരു കുറച്ച് നെയ്യും കൂടെ ഒഴിക്കണം. നെയ്യ് മസ്റ്റൊന്നുമല്ല, ഇച്ചിരി രുചി കിട്ടാനായിട്ട് ഒരു 2-3 തുള്ളി ഒഴിച്ചാൽ മതി, ഒത്തിരി ഒന്നും ഒഴിക്കണ്ട. വെള്ളം തിളച്ച് വരുന്നേ ഉള്ളൂ. അന്നേരത്തേക്ക് ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഇറച്ചി അടി പിടിച്ചോ എന്ന് നോക്കാം. ആ ചാറൊക്കെ നല്ല കുറുകി ഇളക്കുമ്പോൾ ഉണ്ടല്ലോ ഈ മണം, ഭയങ്കര മണം. ആ ചൂട് ഉറട്ടിയിലൂടെ ആ കല്ലേന്ന് എടുത്ത് തന്നെ കഴിക്കണം. ഇനി ഇത് ഇതിനകത്തോട്ട് ഒഴിച്ച് വെച്ച് ചൂടായതുകൊണ്ട് ഈ പറഞ്ഞ കൂട്ട് എനിക്ക് കൈ ഇട്ടൊന്നും കുഴയ്ക്കാൻ ഒക്കുകയില്ല. ഞാൻ സ്പൂണിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേച്ചു നമുക്ക് നല്ലതായിട്ട് കുഴയ്ക്കാവേ. അതിൻ്റെ ചൂടൊന്നും പോകണ്ടേ. ഇതിനകത്തോട്ട് പാൻ വെക്കുക. നെക്സ്റ്റ് നമ്മൾ ഈ ഒരട്ടി ഉണ്ടാക്കിയിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് നെയ്യ് വേണമെങ്കിൽ, നെയ്യ് ഇഷ്ടമാണെങ്കിൽ ഒക്കെ ചേർക്കാം. പക്ഷേ ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ ഒരട്ടി മുരിച്ചെടുക്കാൻ പോകുന്നത്. ഒരട്ടി എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി നേരം എടുക്കും. ഈ നാടൻ കോഴി പോലെ തന്നെയാണ്, പെട്ടെന്നൊന്നും മുരിഞ്ഞ് വരികയില്ല. അതിന് മുരിച്ച് നേരം എടുക്കും കേട്ടോ. നമ്മുടെ മാവേ നല്ല അസലായിട്ടൊന്ന് കുഴയ്ക്കണം. അതാ നമ്മൾ ആ കുഴയ്ക്കുമ്പോഴത്തേക്ക് അതൊരു എന്നാ പറയുന്നത്, ചപ്പാത്തി മാവ് പോലെ ഒന്നും ആവുകയില്ലല്ലോ. പക്ഷെ നമ്മൾ ആ ചൂട് മാറിയേച്ച് ഒന്ന് നല്ലതായിട്ട് കുഴച്ചെടുക്കുക. പാത്രത്തിൽ തന്നെ കുഴയ്ക്കുക. അല്ലെന്നുണ്ട് എന്നാ ചെയ്യണമെന്ന് പറയാം, നമ്മുടെ പാതാമ്പുറം അങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് തുടച്ച് വെച്ച് അതിനകത്തിട്ട് കുഴയ്ക്കുന്ന ഏറ്റവും നമുക്ക് കൈവാക്ക്. ഇതിപ്പോൾ ഞാൻ ഇച്ചിരിയല്ലേ എടുത്തോളൂ, അന്നേരം പിന്നെ എനിക്ക് പാത്രം മതി. ഇനി ഒരു വാഴയില എടുത്തേച്ച് ആ വാഴയിലേക്കകത്ത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നുവെച്ചാൽ ആ ഇലയിൽ മുഴുവനും ആ വെളിച്ചെണ്ണ തൂക്കണം. എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിലയാന്നേ, അന്നേരം ഞാനൊരു കുഞ്ഞു ഉരുള എടുക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുഞ്ഞു ഒരട്ടിയാ. അന്നേരം എന്നാ ചെയ്യണം, ഇനിയിപ്പോൾ പാനിലോട്ട് ഒരു ഇച്ചിരി എണ്ണ, അതായത് നമ്മൾ ഇടുന്ന ഭാഗത്ത് ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചേച്ച് ഇത്ര. ഇനി അടുത്തത് ഇത് കിടന്നോട്ടെ. കാര്യം എന്ന് വെച്ചാൽ അടുത്തത് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത് മൊരിയാൻ ഇച്ചിരി നേരം എടുക്കും. ആ നേരം കൊണ്ട് നമ്മൾ അടുത്തത് പരത്താം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ നാടൻ ചിക്കൻ, അതിനകത്ത് ഇതിന് ടേസ്റ്റും കൂടും. പക്ഷെ പിള്ളേർക്ക് നോക്കുവാന്നേൽ ഈ പറഞ്ഞ കൂട്ട് മറ്റേ കോഴി കഴിക്കുന്ന കൂട്ടൊന്നും ഇതിനകത്ത് ഒത്തിരി ഇറച്ചിയൊന്നും കിട്ടുകയില്ല. പക്ഷെ ഹെൽത്ത് വൈസ് നോക്കുവാന്നേലുണ്ടല്ലോ ഇത് ഭയങ്കര ഹെൽത്തി ആന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ തന്നെ ഒരു നാടൻ പലഹാരവാ. അതിനെന്താ പറയുക, നമ്മൾ ഉണ്ടാക്കിയില്ലേ ഒരട്ടി, അത് ഏറ്റവും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഹലോ വെൽക്കം 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 വെൽക്കം. സുഖമായിട്ടിരിക്കണോ? ഓ സുഖമായിട്ടിരിക്കുന്നല്ലോ. അതിന് മുന്നേ ഞാൻ ഹലോ പറഞ്ഞ് നിർത്തി എന്നാന്നറിയോ, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടോ, തന്നെ ഏത് പേരിൽ വിളിക്കണോന്ന്. എനിക്ക് ആയില്ല എന്നറിയാം, അനന്യ എനിക്ക് കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും വിളിക്കാം. ഇത് ആയില്ലേന്ന് അനന്യ ആയതാണോ, അനന്യെന്ന് ആയില്ലേക്ക് പോയതാണോ? അനന്യ ആയതാണ്. അതെന്താ അങ്ങനെ? ആയില്ല എന്നാണ് ശരിക്കും എന്റെ പേര്. അപ്പൊ സിനിമയിൽ വന്നപ്പോ മാറ്റിയതാണോ? അത് ആയില്ലാന്ന് തമിഴിൽ ചെയ്തപ്പോ അവര് പേരൊന്നും അവര് നല്ലോണം വിളിക്കുന്നില്ല. ഓയില ഓയില അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്കത് കേൾക്കുമ്പോ ഒരു ഇറിറ്റേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ അങ്ങനെ വിളിക്കലേന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു ഫിലിമില് നാടോടികളാണ് ഫസ്റ്റ് എൻ്റെ തമിഴ് ഫിലിം. അതിലെന്ത് ചെയ്തു, അവര് നിവേദാന്ന് ചുമ്മാ ലൊക്കേഷനിലൊക്കെ വിളിച്ചു. പക്ഷെ അതൊന്നും വിളിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ.
പിന്നീട് ഇങ്ങനെ നോക്കി പപ്പ പറഞ്ഞു ന്യൂമറോളജി വെച്ചിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അനന്യ എന്നൊരു പേരിട്ടതാണ്. അനന്യ ആനി കുറച്ചൊരു റിസംബ്ലൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടം കൂടുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഈ പറഞ്ഞ കൂട്ട് ഭയങ്കര ഒരു എന്താ പറയാ ട്രഡീഷണൽ ആയിട്ടും ഭയങ്കര ഒരു നാടൻ കോഴിയാ ചെയ്ത്. പക്ഷേ കാണാൻ ഭംഗി മാത്രല്ല മോളെ, കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിട്ട് ഭയങ്കര ചോറുമായിട്ടൊക്കെ തിന്നുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. പക്ഷെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേച്ചി ആ ഒരു രീതിയില്ലേ. ഇതിന്ന് കുറച്ച് അങ്ങോട്ട് ഇടുന്നേ ആ ഒരു കോട്ടയം സ്ലാങ് ഉണ്ടല്ലോ, അത് പിന്നെ കോട്ടയംകാരിയല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് കുക്കിംഗ് ഇഷ്ടം. നല്ലതായിട്ട് പാചകം ചെയ്യും. അത് അഞ്ജനേന്റെ അടുത്ത് വയ്ക്കണം, കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യം വയ്ക്കും. നോണോട് എനിക്ക് വയ്ക്കാൻ അറിയില്ല അധികം, കാരണം ആഞ്ജനേയൻ വെജിറ്റേറിയൻ ആണ്. അപ്പൊ വീട്ടില് വെജിറ്റേറിയൻ ആണ് കൂടുതൽ കുക്ക് ചെയ്യുക. വെളിന്ന് ബേസിക്കലി നോൺ വെജിറ്റേറിയൻ. അതെ അതെ പ്യുവർ നോൺ വെജിറ്റേറിയൻ. എന്റെ വീട്ടില് ചിക്കൻ ഫിഷ് വയ്ക്കും. ആവശ്യത്തിന് വല്ലപ്പോഴും മമ്മി മട്ടൺ വയ്ക്കും. അധികം ചിക്കനും ഫിഷുമാണ്. പക്ഷെ ആളുടെ വീട്ടില് അങ്ങനെ ഒരു ഇതില്ല, അവരെ കഴിക്കില്ല. അപ്പൊ ഒത്തിരി ചേഞ്ചസ് ഉണ്ട് നമുക്ക് കേൾക്കാനല്ലേ അല്ലെ? അനന്യ വളർന്നതും കെട്ടിപ്പോയ വീട്ടിലെ വ്യത്യാസം ഒത്തിരി വിശേഷങ്ങളുണ്ട് ചോദിക്കാൻ. നമുക്കൊരു കാര്യം ചെയ്തിരുന്നു വർത്താനം പറയാം അല്ലെ? ആഗ്രഹമുണ്ട്, ഇതിന്റെ മണമൊക്കെ കഴിക്കുമ്പോൾ അനന്യ കുറച്ചു നേരം കൊണ്ട് ആഗ്രഹിക്കുന്ന തോന്നുന്നു. ഞാൻ വിളിച്ചോണേ. അതെ അതെ നമുക്ക് താമസിക്കേണ്ട, അങ്ങോട്ട് പോവാവേ. എന്തായാലും ഞാൻ ഇപ്പൊ തരില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ അത്രേ ഉള്ളൂ. സമാധാനമായിട്ട് ചേച്ചി ഇനി ചോദ്യം ഒന്നും ചോദിക്കുമല്ലോ, അപ്പൊ മനസ്സമാധാനമായിട്ട് എനിക്ക് കഴിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ. പക്ഷെ ചോദ്യങ്ങളല്ല ഞാൻ ചോദിക്കാൻ പോകുന്നത്, വിശേഷമൊക്കെയാ ചോദിക്കാൻ പോകുന്നത്, വർത്താനമൊക്കെ പറയാനാ. എന്നാന്നറിയോ, നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും വീട്ടിലിരുന്നോണ്ട് ചോദ്യം ചോദിക്കോ? കുഞ്ഞ് നീ എവിടെ പോയി, എന്നാ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ സംസാരിക്കുമ്പോ ഇതിനോടൊരു ഡിസ്റ്റർബൻസ് വേണ്ടല്ലോ, പോയാൽ നമുക്കത് വെരി കറക്റ്റ്. അതാ മനസ്സിലായി. ആ പറഞ്ഞു പോട്ടെ. അവിടെ എന്നെ ആ ഡിഫറൻസ് ഒന്ന് പറഞ്ഞേ, നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി. ആഞ്ജനേയന്റെ വീട്ടിലും അവിടെ വെജിറ്റേറിയൻ ആണ്. അമ്മ ചേച്ചി അവിടെ നോൺ വെജിറ്റേറിയൻ ആയിട്ട്. എൻ്റെ ബ്രദർ ഉണ്ട്, ആഞ്ജനേയന്റെ ബ്രദർ വൈഫും കഴിക്കും നോൺ. പക്ഷെ വീട്ടിൽ കുക്ക് ചെയ്യില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് ഹാപ്പി. പക്ഷെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, നോൺ കുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു തവണ ചിക്കനും ഒരു തവണ ഫിഷും. എങ്ങനെയായിരുന്നു റിസൾട്ട്? വളരെ നന്നായിരുന്നു. ആണോ? ഫസ്റ്റ് അപ്രിസിയേഷൻ ആരുടെ ആയിരുന്നു? ചേട്ടനാണ് കഴിക്കുന്നത്, അഞ്ജനേന്റെ ബ്രദറാണ് കഴിക്കുന്നത്. പിന്നെ ചേട്ടത്തിമ്മയും കഴിക്കും. അവരാണ് പറഞ്ഞത്. എനിക്ക് എന്റെ വല്യമ്മ നല്ലോണം കുക്ക് ചെയ്യും. എന്റെ വീട്ടിൽ എന്റെ മമ്മിയുടെ സിസ്റ്റേഴ്സ് എല്ലാവരും നല്ലോണം കുക്ക് ചെയ്യും. അപ്പൊ അവരുടെ കയ്യിൽ നിന്നുള്ള റെസിപ്പി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ പരീക്ഷിച്ചത്. അതെ, ഇവിടെ പരീക്ഷിച്ചു. ഇവിടെ പുതിയതാണല്ലോ, സംഭവം ഹിറ്റായി. അപ്പൊ ആദ്യം അവര് റെസിപ്പീസ് ഒക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോ ഇതൊക്കെ മതിയോ, ഇതാണോ നോൺ വെജ്, മീനായിരുന്നു ആദ്യം വെച്ചത്. ആഞ്ജനേയനാണ് മീൻ വാങ്ങിയിട്ട് വരുന്നത്. ആഞ്ജനേയന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മീനിനെ പറ്റി ABCD അറിയില്ലാത്ത ഒരാളാണ് പോയി വാങ്ങിയത്. അപ്പോൾ വാങ്ങി വന്നു. നെയ്മീനായിരുന്നു വാങ്ങിയത്. നെയ്മീൻ്റെ ഒരു വെറൈറ്റി എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. വേറെ എന്തോ സംഭവം ആൾക്കും അറിയില്ല, എനിക്കും മനസ്സിലായില്ല മീൻ കണ്ടിട്ട്. ഞാനിങ്ങനെ വാങ്ങാറുള്ള പതിവില്ല, എനിക്ക് അറിയില്ലാത്ത കാരണം ഞാൻ വാങ്ങാറില്ല. വച്ച് കഴിഞ്ഞപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ഈ ഉള്ളിയൊന്നും ചേർക്കില്ല, അല്ലാണ്ടാണ് മീൻകറി വെച്ചത്. ഹിറ്റായി. മോളെങ്ങനെ ഫിലിം ഫീൽഡിലേക്ക് വന്ന്? ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ് ശരിക്കും വന്നത്. പപ്പ പ്രൊഡ്യൂസ് ചെയ്തൊരു ഫിലിം ഉണ്ട്. ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്തു. പൈ ബ്രദേഴ്സ്. അതിനുശേഷം അരോമ മണി അങ്കിള് പ്രൊഡ്യൂസ് ചെയ്ത ഫിലിം ഉണ്ടായിരുന്നു, വൃദ്ധന്മാരെ സൂക്ഷിക്കുക. അങ്ങനെ ആ ഒരു ടൈമിലാണ് ഫിലിമിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വലിയൊരു ബ്രേക്ക് വന്നു. കോളേജ് ഒക്കെ ആയിപ്പോൾ ഫസ്റ്റ് ഇയർ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ ചാനലിലേക്ക് ഒരു റിയാലിറ്റി ഷോയിലേക്ക് കോളേജിൽ നിന്ന് സെലക്റ്റായി. അവിടെ ഇങ്ങനെ കോമ്പറ്റീഷൻ്റെ ഇടയിലാണ് എനിക്കിങ്ങനെ ഫിലിമിൽ നിന്ന് ഓഫേഴ്സൊക്കെ വന്നു തുടങ്ങിയത്. സോ ആദ്യം മലയാളം മൂവിയില്ല, ഫസ്റ്റ് മലയാളമാണ്. പിന്നെ സെക്കൻഡ് തമിഴ് അല്ല, തേർഡ് 3 ഫിലിംസും
മലയാളമായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മലയാളമായിരുന്നു. നാലാമത് വന്ന ഒരു ഓഫറാണ് തമിഴ്. ആദ്യത്തെ ഫസ്റ്റ് തമിഴ് ഫിലിം വന്നത് നാടോടികൾ, നേരത്തെ പറഞ്ഞ പടം. അതാണ് ഫസ്റ്റ് തമിഴ് പടം. പിന്നെ തെലുങ്കു ചെയ്തു, പിന്നെ കന്നഡ ചെയ്തു. ഓ, കന്നഡ ചെയ്തു. ഓക്കെ, ഒരു ഫിലിം കന്നഡ. അപ്പൊ 4 പ്രേക്ഷകരുണ്ട് അപ്പം ശരിക്കും പറഞ്ഞ കന്നഡ ലാംഗ്വേജ്, തമിഴ്. കന്നഡ അധികം അവർക്ക് അങ്ങനെ ഒരു ഫിലിമേ ഞാൻ കന്നഡത്തിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ തെലുങ്കു ഇസ് ബെറ്റർ. തെലുങ്കിൽ ഇപ്പൊ ഒരു 4 ഫിലിമിന്റെ മുകളിൽ ചെയ്തു അല്ലേ? അപ്പോൾ ബെറ്റർ തെലുങ്കാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ 4 പ്രേക്ഷകരുടെ ആരാധകർ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അല്ലേ? ഈ 4 പേരെയും കമ്പയർ ചെയ്യുമ്പോ ആരാ ഏറ്റവും കൂടുതൽ നല്ല ആൾക്കാർ? എന്നെ കുഴപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും എന്നാ നമ്മള് ബേസിക്കലി നമ്മള് മലയാളീസ്, അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വർക്ക് ചെയ്ത ആൾക്കാർ വെച്ചിട്ടില്ല, ആറ്റിറ്റ്യൂഡുകൾ വ്യത്യാസമാണ്. മലയാളീസ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, തമിഴ് വ്യത്യാസമുണ്ട്, തെലുങ്ക് വ്യത്യാസമുണ്ട്. അപ്പം അതൊരു മാത്രമാണ്, ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ചേഞ്ച് തോന്നിയുള്ളൂ. വളരെ സാധാരണക്കാരായിട്ടുള്ള തെലുങ്ക് പ്രേക്ഷകർ, തമിഴ് പ്രേക്ഷകരൊക്കെ അവരൊരു വീട്ടിലെ ഒരു അംഗത്തെ പോലെ വന്നിട്ടുണ്ട്. അവർക്ക് തന്നെ എന്താ, ചില ലേഡീസൊക്കെ വന്നു കഴിഞ്ഞാൽ കവിളത്തൊക്കെ കയറി പിടിക്കും. നമുക്കത് ഒന്നും പറയാൻ പറ്റില്ല അവരോട്, അവരുടെ ഇഷ്ടം കൊണ്ടാ. ശരിയാ. പക്ഷെ ഈ പറഞ്ഞ നമ്മൾ ചെയ്ത ക്യാരക്ടറിനോട് അത്രയും നമ്മൾ സക്സസ് ആക്കിയോണ്ടല്ല അവർക്ക് ആ ഇഷ്ടം തോന്നുന്നത് അല്ലേ? ശരിക്കും നമ്മളെ പേഴ്സണലി അറിയുന്നേക്കാൾ കൂടുതൽ നമ്മളുടെ ആ ക്യാരക്ടറിലൂടെയാണ് അവര്. കുറച്ചുകൂടെ അനന്യയെ പറ്റി അറിയുവാണെങ്കിൽ ആർച്ചറിയിൽ ഭയങ്കര ഗോൾഡ് മെഡലിസ്റ്റ് ഒക്കെ ആയിരുന്നു അല്ലേ? നാഷണൽ ലെവലിൽ പോയല്ലേ? അത് എന്താ, വൈ യു സെലക്ടഡ് ആർച്ചറി? പെട്ടെന്ന് ഒരു പെൺകുട്ടിയോട് നമ്മളൊരു ഹോബി അല്ല ഒരു ഇഷ്ടം ചോദിക്കുമ്പോൾ പല കാര്യം പറയും, ഡാൻസ്, പാട്ട്, അത് ഇത്. പക്ഷെ അതെല്ലാം വ്യത്യസ്തപ്പെട്ട ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു. ആർച്ചറി എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്പോർട്സിൽ തീരെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ ഒരു കസിൻ അങ്കിളുണ്ട്. അങ്കിള് ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ പപ്പയുമായിട്ട് വളരെ ക്ലോസ് ആണ്. അങ്കിള് മോഹൻദാസ് എന്ന അങ്കിളുടെ പേര്. അങ്കിൾ ഇങ്ങനെ നാഷണൽ കോച്ച്, അതായത് എല്ലാ ചാമ്പ്യൻഷിപ്പിന് പോവും, ആർച്ചറി ചാമ്പ്യൻഷിപ്പ്, സ്പോർട്സുമായിട്ടുള്ള എല്ലാ ഇതിലും അങ്കിൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പോയി വരുമ്പോൾ അങ്കിള്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞാൽ വരുമ്പോൾ അങ്കിള് കുഞ്ഞ് അമ്പ് വില്ലില്ലേ, ചെറുത് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ അതൊക്കെ മറ്റേ മരത്തിലുണ്ടാക്കിയ അമ്പ്, മീൻസ് വില്ല്, അമ്പാണെങ്കിലും മുളയിൽ തന്നെ ഉണ്ടാക്കിയ കുഞ്ഞു കുഞ്ഞ് അമ്പും വില്ലും ഒക്കെ കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ചെറിയൊരു ഇൻസ്പിറേഷനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അങ്കിൾ ചോദിച്ചു നമുക്ക് തന്നാൽ പഠിച്ചാലോ എന്നുള്ളൊരു ഇതിൽ വന്നു. അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും പപ്പയ്ക്കും ഇഷ്ടമായി, മമ്മിക്കും ഇഷ്ടമാണ്. അങ്ങനെ ആണ് ആർച്ചറിയിലേക്ക് വന്നത്. കണ്ടിട്ടുണ്ടോ? പിന്നെ ശരിക്കും നമ്മൾ കോമ്പറ്റീഷൻ ഉപയോഗിക്കുന്ന പോവാൻ്റെ ആരോ കണ്ടില്ല? അങ്ങനെയൊന്നുമില്ല, ബട്ട് ഐ നോ, ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഗെയിം കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആങ്കർ ചെയ്ത് നിർത്തുമ്പോൾ നമ്മൾക്ക് ലാക്ക് ഓഫ് പ്രാക്ടീസ് ആണെങ്കിൽ അത് പെട്ടെന്ന് അറിയും, ഇവിടെ അടിക്കും, കരിവാളിക്കും. എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് ഞാൻ കയറി കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ വയലറ്റ് കളറിലായിരുന്നു നിന്നിരുന്നത്. മൊത്തം സ്ട്രിങ് ചെന്ന് അടിച്ചടിച്ച് പപ്പ അടുത്തൊരു കടയിൽ പോയിട്ട് ഐസ് മേടിച്ചിട്ട് വയ്ക്കുമ്പോൾ അതെന്ന് വെച്ചാൽ ക്ലോട്ടാവുകയാണ്. അപ്പ ക്ലോട്ടാവുകയാണ്, അടിച്ചെടുത്ത് തന്നെ അടിക്കും. ഒരിക്കൽ എങ്ങാനും കയ്യിൽ തട്ടിയിട്ടുണ്ടോ വീണ്ടും അവിടെ തന്നെ തട്ടുള്ളൂ. സോ അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിൽ എനിക്ക് വേണമെങ്കിൽ മിസ് ചെയ്യായിരുന്നു. എനിക്കിത് മടുത്തു എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് വീണ്ടും എനിക്ക് ആർച്ചറിയോടൊരു താല്പര്യം, ആർച്ചറി ആ ഒരു ഗെയിമിനോടുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്ക് കൂടി. പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നറിയോ, ഈ ഗെയിമിനുള്ളത് ഭയങ്കര കോൺഫിഡൻസ് വേണം, വിൽ പവർ വേണം, എയിം വേണം, കോൺസെൻട്രേഷൻ വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റില്ല. ഇതെല്ലാം അനന്യയ്ക്ക് ഉണ്ട്. അത് ലൈഫിൽ എത്രമാത്രം അനന്യയെ സ്വാധീനിച്ചിട്ടുണ്ട്? അയ്യോ, അല്ല സപ്പോസ് നമ്മൾ അതല്ല ഞാൻ പറയുന്നത്, ബീങ് എ ഗേൾ അല്ലെങ്കിൽ ബീങ് എ വിമൻ, ഒത്തിരി നമ്മൾ ചില ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇത്ര ആയിരിക്കണം. എൻ്റെ ചില ഡിസിഷൻസ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ ഞാൻ ചെയ്യാം. പക്ഷെ ചിലത് ഞാൻ വളരെ ആലോചിച്ച് ടൈം എടുത്താൽ ചെയ്യുള്ളൂ. ധൈര്യം ഓഫ് കോഴ്സ് ഉണ്ട് എനിക്കത് എനിക്ക് തോന്നുന്നു കുറച്ച് അഡ്വഞ്ചറസ് ആണ്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അഡ്വഞ്ചറസ് ഭയങ്കര ഇഷ്ടമാണ്.
എനിക്കിപ്പോൾ ഒരു ലൈക്ക് ഒരു യാത്ര പോകണം, ഒരു ലൈക്ക് അങ്ങനെയൊക്കെ എന്താ പറയുക, മനസ്സിലായി. എന്താ ആരും ചെയ്യാത്ത കുറെ കാര്യങ്ങളൊക്കെ വെറുതെ നമുക്ക് ഒരു ചെയ്യാൻ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. എനിക്കത് ചെയ്തു വരും ഞാൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ. അപ്പോൾ കോൺഫിഡൻസ് ഓഫ് കോഴ്സ് ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കാം എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് വന്നത്. ഇങ്ങനെ ആയിരുന്നോ ഞാൻ എന്നുള്ളത്, മീൻസ് ഇത്രയും കോൺഫിഡൻറ്റ് ഈ ആർച്ചറിക്ക് ശേഷമാണോ വന്നതെന്നുള്ളത് മമ്മിയോടും പപ്പയോടും ചോദിക്കുന്നത്. കുഞ്ഞുനാളിലൊക്കെ ഒത്തിരി പാവായിരുന്നു, അതോ റിസർവ്ഡ് പാവായിരുന്നു അവർ പറയുന്നത്. റിസർവ് ടൈപ്പ് ആയിരുന്നോ? റിസർവ്ഡ് അല്ലല്ല, അങ്ങനെയല്ല, പക്ഷെ ഭയങ്കര സൈലന്റ് ആയിരുന്നു എന്ന് പറയുന്നത്. ശരി. ഈ ഇങ്ങനത്തെ അങ്ങനത്തെ ഉണ്ട് കേട്ടോ, അതില്ല. എല്ലാ മീൻസ് ഇപ്പോൾ സ്കൂളിലെ എല്ലാ പരിപാടികൾക്കും ഞാൻ ഉണ്ടാവും, ഡാൻസ്, പാട്ട്, എല്ലാം അങ്ങനത്തെ എല്ലാത്തിലും ആക്റ്റീവായിരുന്നു. പക്ഷെ ഇത്രയും ആക്റ്റീവായിരുന്നില്ല. അതെന്നാണ് പപ്പ പറഞ്ഞത്. കാരണം ഞാൻ പപ്പയുടെ അടുത്ത് ചോദിച്ചു, മമ്മിയുടെ അടുത്തും ചോദിച്ചു, ഏതോ ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയാണ് അനന്യയുടെ ബേസിക് ക്യാരക്ടർ പണ്ടുണ്ടായിരുന്നേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞത് ഒരു പാവായിരുന്നു എന്നാണ്. ഇപ്പൊ എങ്ങനെയാണോ ഇങ്ങനെയായി പോയത്? എന്താ തോന്നുന്നേ? പണ്ട് എനിക്ക് ദേഷ്യം വരില്ല, ഇപ്പൊ എനിക്ക് ദേഷ്യം വരും. പെട്ടെന്നൊരു ദേഷ്യം വരുന്നത് ഇത് ശരിക്കും പറഞ്ഞ കുറച്ച് കോൺസെൻട്രേഷൻ, പേഷ്യൻസ് ഒക്കെ വേണം ഈ ഒരു കളിക്ക് അല്ലേ? അപ്പൊ ഇത് മീൻസ് ഒരു ഇപ്പൊ ഞാനൊരു ഷൂട്ടിൽ വന്ന് നിൽക്കാന്ന് വെച്ചുള്ളൂ, എനിക്ക് അങ്ങനെ ഇപ്പൊ എത്ര ടേക്ക് പോയാലും എനിക്ക് ദേഷ്യമൊന്നും വരില്ല. പക്ഷെ there will be changes in characters. നമ്മൾ ഗ്രോ ചെയ്യുന്നതോടും നമ്മളുടെ ക്യാരക്ടറിൽ വ്യത്യാസം ദേഷ്യം വന്നാണ് ചിലപ്പോ ആയിരിക്കാം. മമ്മി പറയും പണ്ടൊക്കെ നീ ചീത്ത പറയുമ്പോൾ ഇരുന്ന് ചിരിക്കും, ഇപ്പോഴൊക്കെ നീ ചീത്ത പറയുമ്പോൾ നിന്റെ ഫേസിലെ റിയാക്ഷൻസ് ഒക്കെ വ്യത്യാസമുണ്ട്. ഇതിപ്പോ നമ്മുടെ ഓരോ ബാങ്കിന്റെ ആഡ് കാണുന്ന പോലെ കുഞ്ഞിലെ കാണാൻ നല്ല രസം, വലുതായി കാണുമ്പോൾ കാണാൻ പറയുന്ന കൂട്ടാതെ ഇനിയിപ്പോ ഇത് കണ്ടിട്ടാണോ അവരൊക്കെ ക്യാപ്ഷൻസ് വെച്ചെന്നുള്ളത് അറിയില്ല കേട്ടോ. ഈ അഡ്വെഞ്ചറസ് എന്ന് പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട്, അതാ ഇഷ്ടം കൂടുതൽ? അല്ലല്ല, ഇഷ്ടമാണ്, കൂടുതലല്ല, ചെയ്യാൻ ഇഷ്ടം. ഓക്കെ. അപ്പൊ മോളെ ഈ ഫിലിമിലൊക്കെ ചെയ്യുമ്പോഴേ ഈ ഡ്യൂപ്പ് ഇല്ലാതെയൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്? ചെയ്തിട്ടുണ്ട്. ഷിക്കാറില് ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു, ക്ലൈമാക്സ് സീക്വൻസ്. കണ്ടിരുന്നു ഷിക്കാർ? ഓക്കെ. അതില് ലാസ്റ്റ് എന്നെ ഒരു ഗുണ കേവില്ലേ, ഗുണ കേവിലായിരുന്നു ഷൂട്ടൊക്കെ. അപ്പൊ അവിടെ അവരെന്നെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഡ്യൂപ്പിനെ ആയിരുന്നു അവര്. ഞാനത് ഒത്തിരി ഇന്റർവ്യൂസിൽ പറഞ്ഞു, എനിക്ക് തന്നെ പറഞ്ഞൊരു ഇത് ഞങ്ങൾ കേൾക്കുന്ന ആദ്യമായിട്ടല്ലേ? എന്താന്ന് പറഞ്ഞു ചേച്ചി ആദ്യമായിട്ട്. അപ്പോ അവരെന്നെ ഹാങ് ചെയ്തു. അതൊരു 10 നല്ല ആഴമുള്ളതാണ്, 1000 ഫീറ്റിന് താഴെ മുകളിൽ ആഴമുണ്ട് കൊക്കയ്ക്ക്. അവിടെ കൊണ്ടുവന്ന് ഹാങ് ചെയ്തു. ഈ ഹാങ് ചെയ്യാൻ ഉണ്ടായ ഒരു സന്ദർഭം എന്താന്ന് വെച്ചാൽ, എനിക്ക് ഡൂപ്പിനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് വന്നൊരു ഡൂപ്പേ എന്റെ അതേ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ആദ്യമായിട്ട് ഫേസ് ഒന്നും കാണിക്കാറില്ല. വേണ്ട, ആള് കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായില്ല. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പപ്പേട്ടനായിരുന്നു ഡയറക്ടർ. അപ്പൊ പപ്പേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, പപ്പേട്ട എനിക്ക് ഈ ഡ്യൂപ്പിനെ എനിക്ക് ഇഷ്ടമായില്ല, എനിക്ക് വേറെ ആളല്ലെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. പപ്പേട്ടൻ പറഞ്ഞു, നടക്കില്ല, നമുക്കിവിടെ ഷൂട്ടുള്ളതാ, എനിക്ക് പിന്നെ സേഫ്റ്റി മെഷേഴ്സ് ഒന്നും എനിക്കില്ല, ഒന്നും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എതിർത്തു, ഇൻക്ലൂഡിങ് ലാലേട്ടൻ പറഞ്ഞു വേണ്ട, ചെയ്യണ്ട, ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എങ്ങനെയൊക്കെ അവരുടെയൊക്കെ സമ്മതം മേടിച്ചു. ത്യാഗരാജ മാസ്റ്റർ ആയിരുന്നു സ്റ്റണ്ട് മാസ്റ്ററും പറഞ്ഞു, വേണ്ട അമ്മ, ഇത് കൊഞ്ചം റിസ്ക് ആണ്, വേണ്ടെന്നൊക്കെ പറഞ്ഞു. അതാണെങ്കിൽ അവർ മരമൊക്കെ കൊണ്ടുവന്ന് വെട്ടിയിട്ട് ഒരു ചില്ല വെട്ടിയിട്ട് ഒരു ബ്രാഞ്ച് വെട്ടി കുഴിച്ചിട്ടേക്ക് അതില് അങ്ങനെയൊക്കെയാണ് ഉണ്ട് സേഫ്റ്റി, എന്നാലും കൈവിട്ട് പോയില്ലേന്ന് വിചാരിച്ച്. അപ്പോ പക്ഷെ ആ ഒരു സീക്വൻസ് ഞാൻ ചെയ്തു. അപ്പോ പേടിയായില്ല, ചിലപ്പോ ഒരു പൊട്ടത്തരത്തിന്റെ ആയിരിക്കാം ഞാൻ പോയി ചെയ്തു. മെച്യൂരിറ്റി ഇല്ലാത്ത അതിപ്പോഴല്ല, കുറേ നാളായി, വർഷങ്ങളായി. അപ്പൊ ഞാൻ അതിന് പപ്പേട്ടൻ ശരി ഓക്കെ പറഞ്ഞപ്പോ ഞാൻ മമ്മി അടുത്ത് പറഞ്ഞു, മമ്മി ഞാൻ കൊക്കയിൽ തൂക്കിയിടാൻ പോവാ എന്നെന്ന് പറഞ്ഞു. മമ്മി വിചാരിച്ച് വെറുതെ തന്നെ ഞാൻ പേടിപ്പിക്കുന്നതാണ്. സെറ്റിൽ നിന്ന് കുറച്ച് ആൾക്കാർ ചെന്നിട്ട് പറഞ്ഞു,
ചേച്ചി മോൾ അവിടെ റെഡി ആയിട്ട് നിൽക്കണു, അവിടെ തൂക്കി കെട്ടുണ്ട് ആളെ, കൊക്കയിലേക്കാണ് ഇടണേന്ന് പറഞ്ഞു. മമ്മിക്ക് ആകെ കൈയും കാലും വിറയൊക്കെ ആയി. മമ്മി വന്നില്ലേ, വഴക്ക് പറഞ്ഞില്ലേ? മമ്മി വന്നു കഴിഞ്ഞപ്പോ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞിട്ടല്ല ഞാൻ പോരണ. അപ്പം ആള് സീരിയസ് ആയിട്ട് കണക്കാക്കിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ? മമ്മി അത് കണ്ട വഴി ആകെ ടെൻഷനായി, ആള് വേർത്തങ്ങണ്ട് ആളാകെ കൊളാപ്സ്ഡ് ആയി. ഉടനെ പപ്പയെ വിളിച്ചു, അവള് കാണിക്കണുണ്ടോ, അവള് ഇങ്ങനെയാ കാണിക്കണേ. ഇത് കല്യാണത്തിന് മുന്നേ ആയിരുന്നു, അത് കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു? കല്യാണത്തിന് മുന്നേ ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ സോറി, എനിക്കൊന്നും ആലോചിക്കണേ എന്ന് മറ്റേതല്ലോ, അതല്ല ഞങ്ങൾക്ക് നോ പ്രോബ്ലം. ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ഇപ്പോഴാണെങ്കിലും ഞാനൊന്ന് ആലോചിക്കും. വളരെയധികം കാൽക്കുലേറ്റഡ് ആയി. തിരിഞ്ഞു നോക്കുമ്പോ ചെയ്ത കുറെ മണ്ടത്തരം ഉണ്ടെന്ന് മനസ്സിലായി. സത്യം, കുറെ മണ്ടത്തരങ്ങള്. എന്തായാലും കഴിക്കൂ, കഴിച്ചിട്ട് നമുക്ക് വർത്താനം പറയാം. ഓക്കെ. അതെന്താ ലെഫ്റ്റ് ഹാൻഡറാ? ഓ ശരി, ഓക്കെ. ഇത് നാടൻ കോഴിയാ. ഇതിന്റെ പേര് ഒരട്ടി എന്ന് പറയും. എന്താ സംഭവം എന്ന് പറയാം, അരിമാവാണ്, നത്തിങ് മോർ. ഓക്കെ. അതും തേങ്ങായും കൂടെ ഇട്ടുണ്ടാക്കുന്ന മാത്രം. ഇതൊക്കെ ഭയങ്കര ട്രഡീഷണൽ ഫുഡാണ്. ഒരട്ടി. ഇനി ഇതിന് ഒലട്ടിയല്ല, അത് ആനയ്ക്ക് കൊടുക്കുന്ന സാധനവാ. ഇത് ഒരട്ടിയാണ്. ഒരട്ടി ഇത് എങ്ങനെ ഉണ്ടാക്കുക? എങ്ങനെ ഉണ്ടാക്കുക? നമ്മുടെ അരിപ്പൊടിയില്ലേ, നമ്മുടെ പുട്ടിനല്ല അപ്പത്തിന് പൊടിക്കുന്ന അങ്ങോട്ട് പൊടിച്ച് വെച്ച് അത് വറുത്തങ്ങനെ കിട്ടുമല്ലോ. അതിനകത്തോട്ട് നല്ല ഉപ്പും ഇച്ചിരി നെയ്യോ എണ്ണയിലും ഇടണം. പക്ഷെ ഇതിനകത്ത് നെയ്യൊന്നുമില്ല. സ്വാദ് കൂടണമെങ്കിൽ നെയ്യിടാം. പക്ഷെ ഇതിനകത്ത് അത് ഇട്ടിട്ടില്ല. ഉപ്പും തേങ്ങായും ഇട്ട് നല്ലോണം കുഴയ്ക്കണം. അതായത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കൂട്ട് കുഴച്ചേച്ച് ഇലയിൽ ഇങ്ങനെ പരത്തിയെടുക്കുന്ന സാധനം. പരത്തിയിട്ട് മാത്രമല്ല, ചുട്ടും കൂടെ എടുക്കണം. ഓ ശരി. നമ്മുടെ കല്ലിൽ തന്നെ? കല്ലിൽ തന്നെ. ആദ്യമായിട്ടാണോ കഴിക്കുന്നത്? ഞാൻ നമ്മുടെ നാട്ടിലേക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടോ? അതിന് വേറെ പേരുണ്ടോന്നൊന്നും എനിക്ക് അറിയാൻ മേല. ഇതിപ്പോ നമ്മുടെ ഇവിടെയൊക്കെ ഇത് തന്നെയാ പറയുന്നത്. ക്വൈറ്റ് ഡിഫറെന്റ് ആണ്. സാധാ ട്രഡീഷണൽ നമ്മുടെ അമ്മമാരൊക്കെ ഇതുപോലത്തെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് പത്തിരി ആയിരിക്കും. തേങ്ങ ഇട്ടിട്ട്. തേങ്ങ ഇട്ടിട്ടോ? പത്തിരിയിൽ തേങ്ങ ഇടുവല്ല. ഇല്ല, ഇതുപോലെ നമ്മള് എനിക്ക് തോന്നുന്നു മറ്റേ പരുത്തിയപ്പല്ലേ. അയ്യോ, ഇതും പരുത്തി തന്നെയാ എടുക്കുന്നത്. പക്ഷേ ഈ സാധനം ഇച്ചിരി തിന്നാന്നു, മറ്റേ ഇച്ചിരി കട്ടിയായിരുന്നു. കട്ടിയാണ്. പക്ഷെ അത് ഇലയിലല്ല, പിന്നെ ഇത് നേരിട്ട് ചട്ടിയില്. രണ്ട് പറഞ്ഞത് ഒന്നാണ്. എന്റെ പൊന്നുമോള് കഴിച്ചു നോക്കിയിട്ട് പറയും, ബാക്കി ഞാൻ പിന്നെ പറയാം. എന്തായാലും നന്നായിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം അനന്യയായിട്ട് വർത്താനം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയെന്നറിയോ, ഓൾ ടുഗെദർ ഒരു കൊച്ചു മിടിക്കായിട്ട് തന്നെ നമുക്ക് അനന്യയെ കൂട്ടാം. കാര്യം ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു ഗെയിം സെലക്ട് ചെയ്തത്. ദാറ്റ് മീൻസ് അതൊരു ചില്ലറ ഗെയിമും അല്ല. എന്നാന്ന് വെച്ചാൽ നമുക്ക് ആസ് എ പേഴ്സൺ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒത്തിരി കൂടുന്ന ഒരു ഗെയിമാണ്. ഒരു കോൺഫിഡൻസ് ലെവൽ, ഒരു വെൽ പവർ എല്ലാം കിട്ടും, എയിമും എല്ലാം. അതും ഇത്രയും ഒരു ചുരുങ്ങിയ പ്രായത്തിനുള്ളിൽ എന്നെല്ലാം കഴിവുകൾ കിട്ടിയേക്കുന്നത്. അത് മാത്രമല്ല, എത്ര ലാംഗ്വേജസ് പഠിച്ചു, എത്ര എക്സ്പീരിയൻസസ് അല്ലേ. ദാറ്റ് ഇസ് ക്വൈറ്റ് ഗുഡ്. കൊച്ചുമിടിക്ക് തന്നെയാ. ആ കൊച്ചുമിടിക്ക് നമ്മുടെ അടുക്കള വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷവും ഒരു പ്രൗഡും ഒക്കെ ഐ ഫീൽ സോ ദാറ്റ്. എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും കാണുന്ന ഒരു പ്രോഗ്രാമാണ്, ഞാൻ പറഞ്ഞില്ലേ. കുക്കിങ്ങിനോട് എനിക്ക് ഇഷ്ടമുള്ള കാരണം ചില റെസിപ്പീസ് കണ്ട് ചില എന്താ പറയുക ഫുഡ് കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നും. പക്ഷെ ഒരു നിവൃത്തിയില്ലല്ലോ, നമ്മൾ ടി വിയിലൂടെ കൊതി വരും. അപ്പൊ ഞാൻ ഏട്ടനോട് ചോദിക്കും, ഏട്ടാ എനിക്ക് ചിക്കൻ കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ വാങ്ങിട്ട് അത് കണ്ട് സമാധാനിക്കാം. പക്ഷെ എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ആരുമില്ല, കഴിക്കാൻ ആരുമില്ല. നമുക്ക് കാര്യം വിഷമിക്കണ്ട, അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങളെയൊക്കെ വിളിക്കും. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ വരുമല്ലോ. എനിക്ക് ഇഷ്ടമാണ്. ലൈക്ക് എന്താ, ഞാൻ കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട്, ഈ കുക്കിംഗ് കോമ്പറ്റീഷൻ. അപ്പൊ അങ്ങനെ ഒക്കെ. അപ്പൊ കുക്കിങ്ങിനോട് ബേസിക്കലി ഇൻട്രസ്റ്റ് വരാൻ കാരണം എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സാണ് കേട്ടോ. ഞാൻ മീൻസ് ഒരു 9th വരെയും CBSE ആയിരുന്നു, 8th വരെ CBSE ആയിരുന്നു. 9th 10th ഗവൺമെൻറ് സ്കൂളായിരുന്നു, പെരുമ്പാവൂർ ഗേൾസ് ഹൈസ്കൂൾ. അവിടുത്തെ ഉഷ ടീച്ചർ, അങ്ങനെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചർമാരാണ് എന്നെ ഈ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിലേക്ക് എന്നെ വിട്ടത് സ്കൂളിൽ പഠിക്കുമ്പോൾ. അന്ന് ജില്ലാ ലെവലിൽ, ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് ആയിരുന്നു ഞാൻ. ഓക്കെ, നല്ല കാര്യം. അപ്പൊ ഏത് മേഖലയിൽ കാല് വെച്ചാലും മിടിക്കായി തന്നെ വരുന്നത് അല്ലെ. ഇപ്പൊ കുടുംബജീവിതത്തിലുള്ള മേഖലയിൽ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെയും നല്ലൊരു മിടുക്കിയായിട്ട് നല്ലൊരു കുടുംബജീവിതം അനന്യയ്ക്ക് ഉണ്ടാവട്ടെ.